ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ ക്രൈസ്തവ സഭകളുടെ സംഘപരിവാർ അനുകൂല നിലപാടിനെതിരെയും വിമർശനം. മന്ത്രി വി ശിവൻകുട്ടിയും ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപ്പൊലീത്ത യോഹന്നാൻ മാർ മിലിത്തിയോസുമാണ് പരിഹാസവുമായി രംഗത്തെത്തിയത്. സംഭവം ബിജെപിയെയും പ്രതിരോധത്തിലാക്കി. ഇതേ തുടർന്ന് കേരള ബിജെപി ഛത്തീസ്ഗഡിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചു. ബിജെപിക്കെതിരെ കടുത്ത വിമർശനമാണ് ദീപിക മുഖപ്രസംഗമുയർത്തിയത്. കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദികളാക്കിയതെന്ന് ദീപിക കുറ്റപ്പെടുത്തി. രാജ്യത്ത് ബൈബിളിനും കുരിശിനും അപ്രഖ്യാപിത വിലക്കാണെന്നും കത്തോലിക്ക സഭ മുഖപത്രം ആരോപിച്ചു. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതിയിട്ട് അരമനയിൽ കയറി പ്രാർത്ഥിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം കാണുമോ എന്ന ചോദ്യമുയർത്തി സഭകളെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമെത്തി. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി പരാതി പറയാനുള്ള ധൈര്യം പോലും തിരുമേനിമാർ കാണിക്കുന്നില്ലെന്നും ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. എന്തിനാ പ്രതിഷേധിക്കുന്നത്? അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടി വിളിച്ച് ആദരിച്ചാൽ പോരെ എന്നായിരുന്നു യോഹന്നാൻ മാർ മിലിത്തിയോസിന്റെ പരിഹാസം. ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം ചേർക്കാൻ സംസ്ഥാനത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച ബിജെപി നേതൃത്വത്തെയും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വെട്ടിലാക്കി. ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഒഴിഞ്ഞുമാറി. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യവും ഞാനിപ്പോൾ പ്രതികരിക്കില്ല. കോടതിയുടെ തീരുമാനം വരുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് കമൻറ്റുകളും എല്ലാ കാര്യങ്ങളും കാണും. അതിനുശേഷം പ്രതികരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.